വെയിറ്റേജ് ചാനലിൽ കണ്ട ചില പ്രോബ്ലംസ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം 1/6 × 1/7. ഇത് മനസ്സിൽ ചെയ്യാനായിട്ടാണ് പറഞ്ഞത്, എങ്കിലും നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമുക്കറിയാവുന്നതനുസരിച്ച് എന്താണ്, രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതിനായിട്ട് മുകളിലെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ച് മുകളിൽ എഴുതുക, താഴത്തെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ച് താഴെ എഴുതുക. അപ്പോൾ 1/6 × 1/7 എന്ന് പറയുന്നത് അംശവും അംശവും തമ്മിൽ ഗുണിക്കുന്നു. 1 × 1 ഡിവൈഡഡ് ബൈ ഛേദവും ഛേദവും തമ്മിൽ ഗുണിക്കുന്നു. 6 × 7 ദാറ്റ് ഈസ് ഈക്വൽ ടു അംശം അംശം തമ്മിൽ 1 × 1 എന്ന് പറയുന്നത് 1 ആണ്. 6 × 7 എന്ന് പറയുന്നത് 42 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് 1/42 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം 1/10 × 1/3. 1/10 × 1/3. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ഗുണിച്ച് ന്യൂമറേറ്റർ ആയിട്ട് എഴുതുന്നു. 1 × 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ഗുണിച്ച് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുന്നു. ദാറ്റ് ഈസ് 10 × 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 1 1 തന്നെ, 10 × 3 30 ആണ്. അടുത്തത് 1/7 × 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതേപോലെ തന്നെ ചെയ്യുന്നു. മുകളിലെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നു. 1 × 1 അത് മുകളിൽ എഴുതുന്നു. താഴത്തെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നു. 7 × 2 അത് താഴെയും എഴുതുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 1 1 തന്നെ, 7 × 2 14. സോ 1/14 അല്ലെങ്കിൽ 14 എന്നുള്ളതാണ് ആൻസർ. അടുത്തത് 3/4 × 1/7. 3/4 × 1/7 ആണ്. ഇനി നമുക്ക് ഇങ്ങനെ അഡീഷണൽ സ്റ്റെപ്പ് ഇല്ലാതെ തന്നെ നേരിട്ട് അങ്ങ് എഴുതി പോകാം. 3 × 1 മുകളിലെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ച് മുകളിൽ എഴുതി, ഡിവൈഡഡ് ബൈ 4 × 7 28 അത് താഴെയും എഴുതി. അപ്പോൾ 3/28 അല്ലെങ്കിൽ 28ൽ 3 എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. അടുത്ത ചോദ്യം 2/3 × 4/5 ആണ്. 2/3 × 4/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 4 8 ഡിവൈഡഡ് ബൈ 3 × 5 15. അപ്പോൾ 8/15 അല്ലെങ്കിൽ 15ൽ 8 എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ആൻഡ് ലാസ്റ്റ് ചോദ്യം 1/5 × 2/7 എന്ന് പറയുന്നത് 1/5 × 2/7 ഈസ് ഈക്വൽ ടു 1 × 2 2 മുകളിൽ എഴുതുന്നു. 5 × 7 35 താഴെയും എഴുതുന്നു. 2/35 അല്ലെങ്കിൽ 2/35 എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. അടുത്ത ചോദ്യം 2 kilogram ഓഫ് ജാം ഈസ് ഈക്വലി ഡിവൈഡഡ് ഇൻറ്റു 3 bottles. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഈച്ച് ബോട്ടിൽ കണ്ടെയ്ൻസ് ഡാഷ് കിലോഗ്രാം. ആൻഡ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് 1/4 പാർട്ട് ഓഫ് ഈച്ച് ബോട്ടിൽ. അതായത് 2 കിലോഗ്രാം ജാം 3 കുപ്പികളിൽ തുല്യമായി നിറച്ചു. അങ്ങനെയാണെങ്കിൽ ഓരോ കുപ്പിയിലുമുള്ള ജാമിൻ്റെ അളവ് എന്തുമാത്രമാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഓരോ കുപ്പിയിലുമുള്ള ജാമിൻ്റെ കാൽഭാഗം എത്രയാണ്. നമുക്ക് ആദ്യം തന്നേക്കുന്നത് നോക്കാം. എമൗണ്ട് ഓഫ് ജാം, അതായത് ജാമിൻ്റെ അളവ്, തന്നേക്കുന്ന ജാമിൻ്റെ അളവ് എത്രയാണ്, 2 കിലോഗ്രാം ആണ് തന്നേക്കുന്നത്. അത് തുല്യമായിട്ട് 3 കുപ്പികളിൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കുപ്പിയിൽ എത്ര അളവുണ്ടായിരിക്കും, എമൗണ്ട് ഇൻ 1 ബോട്ടിൽ, ഒരു കുപ്പിയിലെ ജാമിൻ്റെ അളവ്. ആകെ 2 കിലോഗ്രാമാണ്, 3 കുപ്പികളിൽ നിറച്ചു. അങ്ങനെയാണെങ്കിൽ ഓരോ കുപ്പിയിലും 2/3 കിലോഗ്രാം വീതം ഉണ്ടായിരിക്കും. 2/3 കിലോഗ്രാം വീതം ഉണ്ടായിരിക്കും. ഇനി അടുത്തത് 1/4 പാർട്ട് ഓഫ് ഈച്ച് ബോട്ടിൽ, അതായത് ഒരു കുപ്പിയുടെ കാൽഭാഗം. ഒരു കുപ്പിയിൽ 2/3 കിലോഗ്രാം ആണ് ഉള്ളത്. അതിൻ്റെ കാൽഭാഗം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ 2/3യുടെ കാൽഭാഗം, 2/3യുടെ 1/4 ഭാഗം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ. 2/3 × 1/4, 2/3യുടെ 1/4
ദാറ്റ് ഈസ് ഈക്വൽ ടു, ഗുണിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? മുകളിലെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നു. 2 × 1 2 തന്നെ, 3 × 4 12, 12ൽ 2 കിലോഗ്രാം. കാരണം നമ്മൾ കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് കിലോഗ്രാമിൽ തന്നെ എഴുതാം. ഇതിനെ നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ചെറുതാക്കാം. കാരണം മുകളിലും താഴെയും 2ൻ്റെ ഗുണിതമാണ് അല്ലേ, 2ഉം 12ഉം 2ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് മുകളിലും താഴെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. അങ്ങനെ നമുക്കതിനെ ലഘൂകരിക്കാം, ചെറുതാക്കാം, അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ മുകളിൽ 2 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും, താഴെ 2 കൊണ്ട് ഹരിച്ചാൽ 6 കിട്ടും. ഇവിടെ ഈ 2/12 എന്ന് പറയുന്ന സംഖ്യയും 1/6 എന്ന് പറയുന്ന സംഖ്യയും ഒന്ന് തന്നെയാണ്, ഒരേ വില തന്നെയാണുള്ളത്. അതായത് 12ൽ 2 ഭാഗം എന്ന് പറയുന്നതും 6ൽ 1 ഭാഗം എന്ന് പറയുന്നതും ഒരേ അളവ് തന്നെയാണ്. അതായത് ഒരു ഭിന്നസംഖ്യയുടെ മുകളിലും താഴെയുമുള്ള സംഖ്യകളെ, അതായത് അംശവും ഛേദവും അല്ലെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ സംഖ്യ വെച്ച് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ ഭിന്നസംഖ്യയുടെ വാല്യൂയിൽ, വിലയിൽ വ്യത്യാസമുണ്ടാകുന്നില്ല. 500 gram of sugar is equally divided into 4 packets. Each packet contains dash kilogram. Second question, what is the total weight of 3 packets? മലയാളത്തിൽ 500 ഗ്രാം പഞ്ചസാര 4 പാക്കറ്റുകളിൽ തുല്യമായി വീതിച്ചു. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഓരോ പാക്കറ്റിലുമുള്ള പഞ്ചസാരയുടെ അളവ് എത്രയാണ്? രണ്ടാമത്തെ ചോദ്യം, 3 പാക്കറ്റിലെ ആകെ പഞ്ചസാരയുടെ അളവ് എത്രയാണ്? ഓരോന്ന് വിധം നോക്കാം. എമൗണ്ട് ഓഫ് ഷുഗർ, അതാണ് നമുക്ക് തന്നിരിക്കുന്നത് പഞ്ചസാരയുടെ അളവ്. അത് 500 ഗ്രാം ആണെന്ന് തന്നേക്കുന്നു. നമുക്കതൊന്ന് ഫ്രാക്ഷനായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഭിന്നസംഖ്യയായിട്ടൊന്ന് എഴുതാം. 500 ഗ്രാം എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ്? 1/2 കിലോഗ്രാം അല്ലേ, 1/2 കിലോഗ്രാം ആണ്. ഇനി എമൗണ്ട് ഇൻ 1 പാക്കറ്റ്, ഒരു പാക്കറ്റിൽ പഞ്ചസാരയുടെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യനായിട്ട്. നമ്മളോട് പറഞ്ഞേക്കുന്നത് 500 ഗ്രാം പഞ്ചസാര 4 പാക്കറ്റിലായിട്ട് നിറച്ചു എന്നാണ്. അപ്പോൾ ഒരു പാക്കറ്റിൽ എത്രയായിരിക്കും? 500 ഗ്രാമിൻ്റെ 4/1 ഭാഗമായിരിക്കും അല്ലേ, 1/4 പാർട്ട് ഓഫ് 500 ഗ്രാം ആയിരിക്കും ഒരു പാക്കറ്റിൽ. നമുക്ക് ഭിന്നസംഖ്യയെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ 500 ഗ്രാം എന്നുള്ളതിന് പകരം 1/2 കിലോഗ്രാം എന്ന് എഴുതാം അല്ലേ. സോ ഒരു പാക്കറ്റിലെ പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് 1/4 ഓഫ് 1/2 ആണ്, അല്ലെങ്കിൽ 1/2 കിലോഗ്രാമിൻ്റെ 1/4 ഭാഗമാണ്, 4/1 ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് സാധാരണ ചെയ്യുന്നത്? പരസ്പരം ഗുണിക്കുകയാണ് അല്ലേ. അപ്പോൾ 1/2ൻ്റെ 1/4 ഭാഗം എന്ന് പറയുമ്പോൾ 1/2നെ 1/4നെ തമ്മിലൊന്ന് ഗുണിച്ചാൽ മതി. ഇവ തമ്മിൽ ഗുണിക്കുമ്പോൾ എന്താണ്? 1 × 1 1 ഡിവൈഡഡ് ബൈ 2 × 4 8. അപ്പോൾ ഒരു പാക്കറ്റിലെ പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് 1/8 കിലോഗ്രാം ആണ്. ഇനി അടുത്ത ചോദ്യം, ടോട്ടൽ വെയിറ്റ് ഓഫ് 3 പാക്കറ്റ്സ്, 3 പാക്കറ്റുകളുടെ ആകെ ഭാരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പാക്കറ്റിൻ്റെ ഭാരം എന്ന് പറയുന്നത് 1/8 കിലോഗ്രാം ആണ് അല്ലേ. അങ്ങനെയാണ് 3 പാക്കറ്റിൻ്റെ ഭാരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 1നെ 3 വെച്ച് ഗുണിക്കണം. ഒരു പാക്കറ്റിൽ എത്രയാണോ അതിനെ 3 വെച്ച് ഗുണിക്കണം. സോ 1/8 × 3 എന്ന് കിട്ടും. ഇനി ഇവ തമ്മിൽ ഗുണിച്ചാൽ എന്താണ് ലഭിക്കുക? നമുക്കറിയാവുന്നതുപോലെ ചെയ്യുന്നു. എണ്ണൽ സംഖ്യേനെ അംശം വെച്ച് ഗുണിച്ച് അംശമായിട്ട് എഴുതുന്നു. മുകളിലെ സംഖ്യേനെ എണ്ണൽ സംഖ്യ വെച്ച് ഗുണിച്ച് മുകളിൽ എഴുതുന്നു. താഴത്തെ സംഖ്യ അതേപടി എഴുതുന്നു. അതായത് 3/8 കിലോഗ്രാം ആണ് 3 പാക്കറ്റിലെ പഞ്ചസാരയുടെ ആകെ അളവ്. ഇനി നമുക്ക് തന്നേക്കുന്നത് ഗ്രാമിലായതുകൊണ്ട് നമുക്കതൊന്ന് ഗ്രാമിലേക്കൊന്ന് മാറ്റി എഴുതാം. 3/8 കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാനായിട്ട് ഒരു രീതി നമ്മൾ മനസ്സിലാക്കിയതാണ്. അതായത് 1/4 എന്ന് പറയുന്നത് 250 ഗ്രാം ആണ്. 1/8 എന്ന് പറയുന്നത് 125 ഗ്രാം ആണ്. 125ൻ്റെ 3 ഇരട്ടി, അതായത് 3 × 125 എന്ന് പറയുന്നത് 375 ഗ്രാം ആണ്. അതൊരു രീതി. ഇനി രണ്ടാമതൊരു രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് എഴുതാം. 3/8 കിലോഗ്രാം എന്ന് പറയുന്നത് 3/8 × 1000 ഗ്രാം ആണ്. ഓക്കെ, അതായത് കിലോഗ്രാമിനെ ഗ്രാമാക്കി മാറ്റാനായിട്ട് നമ്മൾ 1000 വെച്ചൊന്ന് ഗുണിച്ചാൽ മതി. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം അല്ലേ. ആ ഒരു കണക്ഷൻ വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്.
ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി, 1000-നെ 8 വെച്ച് ഹരിച്ചാൽ 125 ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവ തമ്മിൽ കട്ട് ചെയ്താൽ ഇത് 125 വരും. അതുകൊണ്ട് നമുക്ക് 3 × 125 എന്ന് എഴുതി വെക്കാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു 125-ൻ്റെ 3 ഇരട്ടി എന്ന് പറയുന്നത് 375 ആണ്. അത് ഗ്രാമിലേക്ക് മാറ്റി എഴുതുകയും കൂടെ ചെയ്യുന്നു. 2/5 പാർട്ട് ഓഫ് 1/3 മീറ്റർ, അതായത് 1/3 മീറ്ററിൻ്റെ 2/5 ഭാഗം, അല്ലെങ്കിൽ 1/3 മീറ്ററിൻ്റെ 5/2 ഭാഗം എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മളിത് സ്ഥിരം ചെയ്തതാണ്. അതായത് ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം, ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ മാത്രം മതി. എന്നാൽ 1-2 കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോബ്ലം ഇപ്പോൾ എഴുതിയത്. 1/3 മീറ്ററിൻ്റെ 2/5 ഭാഗം എന്ന് പറഞ്ഞാൽ 1/3 മീറ്ററിൻ്റെ 1/5 ഭാഗം എടുക്കുക, അതിനുശേഷം അതിൻ്റെ 2 ഇരട്ടി എടുത്താൽ മതി. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ വിചാരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കാം, 1/3 മീറ്ററിൻ്റെ 2 ഇരട്ടി എടുത്തിട്ട് അതിനെ 5 തുല്യ ഭാഗങ്ങളാക്കിയാൽ അതിലൊരു ഭാഗം എത്ര എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇത് മനസ്സിൽ എങ്ങനെ വരണമെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. 1/3 × 2/5 ഇത് ചെയ്താൽ ആൻസർ കിട്ടിക്കോളും. ഇവ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, 1 × 2 തന്നെ ഡിവൈഡഡ് ബൈ 3 × 5 15. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 15-ൽ 2 ആണ്, അല്ലെങ്കിൽ 2/15 ആണ്. 5-ൽ 3-നെ 9-ൽ 4 വെച്ച് ഗുണിക്കുക. നമ്മൾ ചെയ്യുന്ന രീതി എന്താണ്, 3 × 4 ഡിവൈഡഡ് ബൈ 5 × 9 എന്നെഴുതും. ഇത് തമ്മിൽ ഗുണിക്കുന്നതാണ് നമുക്ക് പരിചയമുള്ളത്. 3-നെ 4 വെച്ച് ഗുണിക്കുന്നു, 5-നെ 9 വെച്ച് ഗുണിക്കുന്നു, തമ്മിൽ നമ്മളത് ചേർത്തെഴുതുന്നു. ഇനി അല്ലാതെ നമുക്ക് മാറ്റി എഴുതാം. ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പോൾ 3 × 4 താഴെ 5 × 9, ഈ 9-നെ നമുക്ക് 3-ൻ്റെ ഗുണിതമായിട്ട് എഴുതാം. നമ്മൾ അങ്ങനെയും കൂടെ എന്ന് എഴുതുന്നു, 5 × 3 × 3. ഇവിടെ ഈ 3 × 3 എന്ന് പറയുന്നത് 9 ആണ്. ഇനി നോക്കുക, മുകളിൽ ഒരു 3 ഉണ്ട്, താഴെ 2 3 ഉണ്ട്. ഇതിൽ ഓരോന്ന് വിധം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ മുകളിലും താഴെയും ഒരേ സംഖ്യ വെച്ച് നമ്മൾ ഹരിക്കുന്നു. എന്ത് വെച്ചാൽ 3 വെച്ച് നമ്മൾ ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതും ക്യാൻസലായി പോയി. ബാക്കി താഴെ മുകളിൽ ഒരു 4 ബാക്കിയുണ്ട്, താഴെ എന്ത് ബാക്കിയുണ്ട്, 5-നെ 3 വെച്ച് ഗുണിച്ചാൽ 15. അപ്പോൾ ഇതും ക്യാൻസലായി പോയി. അതായത് മുകളിലും താഴെയും പൊതുവായിട്ട് എന്തെങ്കിലും സംഖ്യകളുണ്ടെങ്കിൽ, ഗുണിക്കുന്നതിനിടയ്ക്ക് ഏതെങ്കിലും സംഖ്യകൾ പൊതുവായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവയെ ക്യാൻസൽ ചെയ്ത് കളയാം. ശരിക്കും നമ്മളവിടെ ചെയ്യുന്നത് മുകളിലും താഴെയും ആ സംഖ്യ കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുകളിലും താഴെയും 3 ഉള്ളതുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്ത് കളയുന്നു, ബാക്കിയുള്ളത് ചേർത്തെഴുതുന്നു. മുകളിൽ 4 ഉണ്ട്, താഴെ 5-നെ 3 വെച്ച് ഗുണിച്ചാൽ 15. സോ ആൻസർ എന്ന് പറയുന്നത് 15-ൽ 4 ആണ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും എന്ന് പറയുകയായിരുന്നു ചെയ്തത്. അല്ലെങ്കിൽ നേരെ എഴുതിപ്പോയാൽ എന്ത് കിട്ടും, 3-നെ 4 കൊണ്ട് ഗുണിച്ചാൽ 12, 5-നെ 9 കൊണ്ട് ഗുണിച്ചാൽ 45 വരും, 12/45 വരും. അതെന്ന് പറയുന്നത് നമ്മൾ പിന്നെ അവിടെ മുകളിലും താഴെയും 3 കൊണ്ട് ഹരിക്കാൻ വേണ്ടി അടക്കും. കാരണം ഏറ്റവും ചെറിയ രൂപം കിട്ടാനായിട്ട്, ഭിന്നസംഖ്യയുടെ ഏറ്റവും ചെറിയ രൂപം കിട്ടാനായിട്ട് മുകളിലും താഴെയും പൊതുവായിട്ടുള്ള ആ 3 വെച്ച് പിന്നെ അവിടെ ഹരിക്കാനായിട്ട് നടക്കണം. അതിന് പകരം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുടർന്ന് ചെയ്യാനായിട്ടൊരു സൗകര്യം ഉണ്ടായിരിക്കും. ഡ്രോ ദ ലൈൻ AB 12 cm long, mark C on it such that AC is 2/3 of AB, mark D such that AD is 1/4 of AC. What fraction of AB is AD? ചോദ്യം മലയാളത്തിൽ, 12 സെൻറ്റിമീറ്റർ നീളത്തിൽ AB എന്ന വര വരയ്ക്കുക. ABയുടെ 3/2 ഭാഗം AC ആകുന്ന വിധം C അടയാളപ്പെടുത്തുക. ACയുടെ 4/1 ഭാഗം AD ആകുന്ന വിധം D അടയാളപ്പെടുത്തുക. ABയുടെ എത്ര ഭാഗമാണ് AD? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ AB എന്നുള്ളൊരു ലൈൻ വരച്ചു. അതിൻ്റെ നീളം 12 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ABയുടെ 3/2 ഭാഗം AC ആകുന്ന വിധം C അടയാളപ്പെടുത്തുക. AC എന്ന് പറയുന്നത്
2/3 പാർട്ട് ഓഫ് എ ബി ആണ്. അതായത് എ ബിയുടെ 2/3 ഭാഗമാണ്. എ ബി എത്രയാണ്? എ ബി എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ പാർട്ട് ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. 2/3 ഇൻറ്റു എ ബി ആണ്. എ ബി എന്ന് പറയുന്നത് ഈ ഒരു നീളവുമാണ്. സോ 2/3 ഇൻറ്റു എ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു എ ബി എന്ന് പറയുന്നത് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 2/3 ഇൻറ്റു 12 എന്ന് എഴുതാം. ഇനി നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ നേരെ ഗുണിച്ചെഴുതാം, അല്ലെങ്കിൽ തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ 2/3 ഇൻറ്റു 12 നമുക്ക് 4 ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പോൾ ചെറുതാകാൻ വേണ്ടിയാണ്. അപ്പോൾ 3യും ക്യാൻസലായി പോകും, കാരണം ഇത് മുകളിലുള്ളതാണ്, ഇത് താഴ്വശത്തുള്ളതാണ്. ബാക്കി ഉള്ളത് 2 ഇൻറ്റു 4 ആണ്. അതെന്ന് പറയുന്നത് 8 ആണ്. അതായത് 8 സെൻറ്റിമീറ്റർ ആണ് എ സിയുടെ നീളമെന്ന് പറയുന്നത്. സോ നമുക്ക് എ സിയുടെ നീളം മാർക്ക് ചെയ്യാം. എ സിയുടെ നീളം മാർക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? എയിൽ നിന്ന് 8 സെൻറ്റിമീറ്റർ അകലത്തിൽ സി മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ എ സി എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് എ സിയുടെ 4/1 ഭാഗം എ ഡി ആകുന്ന വിധം ഡി അടയാളപ്പെടുത്തുക. എ ഡി എന്ന് പറയുന്നത് 1/4 ഓഫ് എ സി ആണ്. അതായത് എ സിയുടെ 4/1. അതിനെ നമുക്ക് ഗണിത രീതിയിൽ എങ്ങനെ എഴുതാം? 1/4 ഇൻറ്റു എ സി എന്ന് എഴുതാം. എ സി എന്ന് പറയുന്നത് ഒരു നീളമാണ്. അതിൻ്റെ നീളം എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. അത് നമുക്ക് 1/4 ഇൻറ്റു 8 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു തൊട്ട് മുമ്പ് ചെയ്തതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ 8നെ 4 ഗുണന 2 എന്ന് എഴുതിയിട്ട് 4 ക്യാൻസൽ ചെയ്ത് കളയാം. അല്ലെങ്കിൽ നമുക്ക് ചേർത്ത് ഗുണിക്കാം. 1നെ 8 വെച്ച് ഗുണിച്ചാൽ 8 ആണ്. താഴെയുള്ള 4 അതേപടി എഴുതി. 8/4. 8/4 എത്രയാണ്? 8നെ 4 കൊണ്ട് ഹരിച്ചാൽ 2 ആണ് ഉത്തരം വരിക. സോ ഇത് 2 ആണ്. അളവെന്താണ്? സെൻറ്റിമീറ്ററിലാണ്. സോ 2 സെൻറ്റിമീറ്റർ. ഇനി ഇത് നമുക്ക് നമ്മുടെ ലൈനിലേക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ 2 സെൻറ്റിമീറ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വരുന്ന പോയിന്റ് ഡി ആകുന്ന വിധം നമുക്ക് എഴുതി വയ്ക്കണം. സോ എ ഡി. ഇപ്പോൾ ഈ എ ഡി എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. എ സി എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. എ സിയുടെ 4/1 ഭാഗമാണ് ഈ എ ഡി എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ഡിയും അടയാളപ്പെടുത്തി. നമ്മളോട് അടുത്ത് ചോദിച്ചേക്കുന്നത് എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ എഴുതാം. എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി എന്നുള്ളത് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ എ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. എ ബി എന്ന് പറയുന്നത് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ്. സോ എ ബി 12 ആണ്, എ ഡി 2 ആണ്. അപ്പോൾ എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി എന്ന് ചോദിച്ചാൽ അത് 12ൽ 2 എന്ന് പറയാം. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചുരുക്കാം. മുകളിലും താഴെ നമുക്ക് 2 വെച്ച് ഹരിക്കാം. അല്ലെങ്കിൽ 2/6 ഇൻറ്റു 2 എന്ന് എഴുതാം. 12നെ നമുക്ക് 6 ഗുണന 2 എന്ന് എഴുതാം. ഈ 2ഉം ഈ 2 കൂടെ ക്യാൻസലായി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 1/6 ആണ്. സോ എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി, അല്ലെങ്കിൽ വാട്ട് ഫ്രാക്ഷൻ ഓഫ് എ ബി ഈസ് എ ഡി എന്ന് ചോദിച്ചാൽ നമുക്ക് 1/6 അല്ലെങ്കിൽ 6/1 എന്ന് നമുക്ക് മറുപടി പറയാനായിട്ട് പറ്റും. A 5 kilogram pumpkin is cut into 5 equal pieces. Each piece is further cut into 2. What is the weight of each such piece? How many grams is this? 4 കിലോഗ്രാം ഭാരമുള്ള മത്തങ്ങ 5 തുല്യ കഷ്ണങ്ങളാക്കി. ഇതിൽ ഓരോ കഷ്ണത്തെയും വീണ്ടും പകുതിയാക്കി. ഇവയിൽ ഓരോന്നിനും എത്ര കിലോഗ്രാം ഭാരമുണ്ട്? ഒന്നാമത് നമുക്ക് തന്നേക്കുന്ന എഴുതാം. വെയ്റ്റ് ഓഫ് പംകിൻ, മത്തങ്ങയുടെ ഭാരം എന്ന് പറയുന്നത് 4 കിലോഗ്രാം ആണ്. ദ പംകിൻ ഈസ് കട്ട് ഇൻ ടു 5 ഈക്വൽ പീസസ്. 5 തുല്യ ഭാഗങ്ങളാക്കി. 5 തുല്യ ഭാഗങ്ങളാക്കിയാൽ ഓരോന്നിൻ്റെയും ഭാരം എത്രയാണ്? 4/5 കിലോഗ്രാം. 5ൽ 4 കിലോഗ്രാം ആണ്. 5ൽ 4 കിലോഗ്രാം ആണ്.
ഇനിയും 4 കിലോഗ്രാമിനെ വീണ്ടും പകുതിയാക്കി അല്ലേ. അപ്പോഴെന്താണ് ഓരോ ഭാഗവും 4 അതിൻ്റെ 2/1 ഓരോ ഭാഗവും 2/1 4 ഇൻറ്റു 2/1 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഗുണിച്ചെഴുതാം. 4 ഗുണനം 1 4 5 ഗുണനം 2 10 10ൽ 4 കിലോഗ്രാമാണ് അത്. നമുക്കതിനെ ചുരുക്കുകയും കൂടെ ചെയ്യാം. 10ൽ 4 എന്ന് പറയുന്നത് മുകളിലും താഴെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 2 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5 5ൽ 2 കിലോഗ്രാമാണ്. ഇനി അതിനെ ഗ്രാമിലേക്ക് മാറ്റിയാലോ. കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിനെ നമ്മൾ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. കിലോഗ്രാമിലുള്ളതിനെ 1000 കൊണ്ട് ഗുണിച്ചാൽ അത് ഗ്രാമിലേക്ക് മാറ്റാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5 ഇൻറ്റു 1000 ഗ്രാം. ഇതൊന്ന് ഗുണിച്ചെഴുതിയാൽ മതി. 1000നെ 5 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 200 ആണല്ലേ. 2 ഗുണനം 200 എന്ന് വരും. 1000 5 കൂടെ ക്യാൻസലായി പോയിട്ട് 5നെ 5 കൊണ്ട് ഹരിച്ചാൽ 1 അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. 1000നെ 5 കൊണ്ട് ഹരിച്ചാൽ 200 കിട്ടും. അത് നമ്മളിവിടെ എഴുതി. 2 ഗുണനം 200 എന്ന് വന്നു. 2നെ 200 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 400 ഗ്രാം. അപ്പോൾ 5ൽ ഒരു പീസിനെ വീണ്ടും പകുതിയാക്കിയാൽ അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 400 ഗ്രാം ആണ്. അടുത്ത ചോദ്യം 2/3 ഓഫ് 3/4, അതായത് 4ൽ 3ൻ്റെ 3ൽ 2 ഭാഗം. നമുക്കിത് ഓൾറെഡി പരിചയമുള്ളതാണ്. എന്ത് ചെയ്യണം? പരസ്പരം ഗുണിച്ചാൽ മാത്രം മതി അല്ലേ. അപ്പോൾ 2/3 ഗുണനം 3/4 ഇത് കണ്ടുപിടിച്ചാൽ മതി. 2/3 ഗുണനം 3/4. ഇവിടെ 3 ഇവിടെയും ഇവിടെയുണ്ട്. അതായത് പരസ്പരം ഗുണിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും. 2 ഗുണനം 3/3 ഗുണനം 4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഈ 3ഉം തമ്മിൽ ക്യാൻസലായി പോയിക്കോളും. ബാക്കിയുള്ളത് 2/4നെ നമുക്ക് 2 ഗുണനം 2 എന്ന് മാറ്റി എഴുതാം അല്ലേ. അപ്പോൾ 3ഉം ക്യാൻസലായി. ഇനി ഇവിടുത്തെ ഓരോ 2 വീതവും ക്യാൻസലാകും. ബാക്കിയുള്ളത് മുകളിൽ 1 ബാക്കി വരും, താഴെ 2ഉം ബാക്കി വരും. അപ്പോൾ 2/1 എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക, അതായത് ഹാഫ്. അടുത്തത് 5/6 ഓഫ് 3/10, അതായത് 10ൽ 3ൻ്റെ 6/5 ഭാഗം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എഴുതുന്നത് ഇങ്ങനെയാണെന്ന് ഓൾറെഡി അറിയാലോ. ഗുണനമാണ് നമ്മൾ ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷനാണ്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നു 5 × 3 ഡിവൈഡഡ് ബൈ, അടുത്തത് 6 × 10 ആണ്. നമുക്കതൊന്ന് മാറ്റി എഴുതാം. 6ന് പകരം നമുക്ക് 2 × 3 എന്ന് എഴുതാം. ഇൻറ്റു 10ന് പകരം 2 × 5 എന്ന് എഴുതാം. അപ്പോൾ 6 ഗുണനം 10ന് പകരം നമ്മൾ 2 ഗുണനം 3 ഇൻറ്റു 2 ഗുണനം 5 എന്ന് എഴുതി. 6ന് പകരം ഇത്, 10ന് പകരം ഇത്. ഇനി ഇവിടെ പരസ്പരം കുറച്ച് ക്യാൻസലായി പോയിക്കോളും. ഇവിടുത്തെ ഈ 3ഉം ഈ 3 കൂടെ ക്യാൻസലായി പോകും. ഈ 5ഉം ഈ 5 കൂടെ ക്യാൻസലായി പോകും. ബാക്കി മുകളിലുള്ളത് 1 അതായത് ഇത് മുഴുവനായിട്ട് ക്യാൻസലായി പോയി. ബാക്കി എല്ലാം ക്യാൻസലായി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 1. താഴെ ഈ 3ഉം ഈ 5ഉം ക്യാൻസലായി പോയി. ബാക്കി 2ഉം 2ഉം 4 ബാക്കിയുള്ളത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 4/1 എന്നുള്ളതാണ്. നൽകിയിരിക്കുന്ന ഹോംവർക്കുകൾ എഴുതി സബ്മിറ്റ് ചെയ്യുക.